പിന്നിൽ നിന്ന് കുത്തുകയാണ്, കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ്, ജനാധിപത്യ മര്യാദകൾക്കെതിരെയാണ്, ദുരിതബാധിതരെ ചതിക്കുന്ന നടപടിയാണ് എന്നുള്ള സകല ആരോപണങ്ങളും ബി ജെ പിക്കെതിരെ വരുമ്പോൾ ബി ജെ പി ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: SDRF-ൽ നിന്ന് ഫണ്ട് നിങ്ങൾ ചെലവാക്കിയോ, CMDRF-ൽ നിന്നുള്ള ഫണ്ട് നിങ്ങൾ ചെലവാക്കിയോ എന്ന ചോദ്യമാണ് തുടർച്ചയായി ഉന്നയിക്കുന്നത്. അതായത് സംസ്ഥാനം ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട്, ഈ കണ്ട പണം കയ്യിൽ വെച്ചിട്ട് അതിൽ നിന്നൊരു ചില്ലിക്കാശെടുത്ത് ചെലവാക്കാതെ ഇരുന്നിട്ട് ആണോ കേന്ദ്രത്തെ കുറ്റം പറയുന്നത് എന്നുള്ളത്. ഞാൻ അതിന് പറയാൻ എനിക്ക് പരമാവധി സമയം അനുവദിക്കണം. തീർച്ചയായും. അതായത് എന്തെല്ലാമാണ് SDRF-ൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് തമ്മിലുള്ള സമയം പോരാതെ വരും. അതാണ് പറയാനുള്ളത്. അതായത് ഇന്ന് ഇതിനോടകം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെല്ലാം ചെയ്തു എന്നതിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോഴേ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഞാനത് മുഴുവൻ പറയാൻ നിന്നാൽ പിന്നെ ഓരോന്നോരോന്ന് സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിച്ച് വായിച്ച് കേൾപ്പിക്കാം. മാറ്റിപ്പാർപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്കായി 17 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുകയും ക്യാമ്പിൽ താമസിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും വിവരങ്ങൾ രേഖപ്പെടുത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും സാധന സാമഗ്രികൾ സജ്ജീകരിക്കുകയും ചെയ്തു. 102 ഹരിതസേനാംഗങ്ങളും 700 സന്നദ്ധ സേനാംഗങ്ങളും പ്രവർത്തനം സഹിച്ചു. കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ എല്ലാ മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് കൈമാറുകയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങളും പ്രത്യേക സംഘം ഏറ്റെടുത്ത് സംസ്കരിക്കുകയും ചെയ്തു. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മരണ രജിസ്ട്രേഷൻ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ദുരന്തബാധിതർക്ക് നഷ്ടപ്പെട്ട രേഖകൾ, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചു. ദുരന്തബാധിതരായ 794 കുടുംബങ്ങളെയും വിവിധ തദ്ദേശ സ്വയംഭരണ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കാൻ അനുയോജ്യമായ കെട്ടങ്ങൾ കണ്ടെത്തുകയും മുഴുവൻ കുടുംബങ്ങളെയും 28 ദിവസത്തിനകം പുനരധിവസിപ്പിക്കുകയും ചെയ്തു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പുനരധിവസിപ്പിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യമായ ഭക്ഷണ സാധനങ്ങളും മറ്റുമടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. വീടുകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും വിതരണം ചെയ്തു. ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ സർക്കാർ LP സ്കൂളിലും വെള്ളാർമല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും മേപ്പാടിയിൽ താൽക്കാലികമായി തുറന്നു. ദുരന്ത മേഖലയിലെ 607 വിദ്യാർത്ഥികളുടെ പഠനം പുനരാരംഭിക്കുകയും സൗജന്യ യാത്രാ സൗകര്യവും പഠന സാമഗ്രിയും ലഭ്യതയും ഉറപ്പുവരുത്തി. 50 ദിവസം തേയിലത്തോട്ടങ്ങളിൽ ധനസഹായ വിതരണം. ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ഇതുകൂടെ പറഞ്ഞു. ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്കായി 130 കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം നൽകി. SDRF-ൽ നിന്ന് 4 ലക്ഷവും CMDRF-ൽ നിന്ന് 2 ലക്ഷവും വീതമാണ് നൽകിയത്. ഈ ഇനത്തിൽ SDRF-ൽ നിന്ന് 5,24,00,000 രൂപയും CMDRF-ൽ നിന്ന് 2,62,00,000 നൽകി. 173 പേരുടെ സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബങ്ങൾക്ക് 10,000 രൂപ നൽകി. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിയിൽ കഴിയില്ല. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമാണോ കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചത് എന്നുള്ളതാണ്. ഞാൻ ഒരു ഒറ്റ അതാണ് ഞാൻ പറഞ്ഞിട്ടെ ഇതൊക്കെ എന്നോട് ചോദിക്കാതെ അവിടെ ആ മുൻവശത്തിരിക്കുന്ന നമ്മുടെ സൈറ്റിലൊന്ന് കുത്തി നോക്കിയാൽ കിട്ടത്തില്ലേ? അപ്പോൾ എന്ത് ചെയ്തു SDRF-ൽ നിന്നുള്ള പൈസ? ഇതൊക്കെ കാണാ പൈസ ചെലവഴിച്ച് കിട്ടുന്നത് അപ്പം വരവും ചെലവും കാണിച്ചുകൊണ്ടുള്ള സൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊന്നും കാണുന്നില്ലേ? എന്നിട്ടാണോ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്? ചെയ്യാവുന്നതിൻ്റെ പരമാവധി. ഇപ്പോഴും മുഖ്യമന്ത്രി എന്താ ഇന്ന് ആലപ്പുഴ പ്രസംഗം, ഞാൻ ആ പ്രസംഗം കേട്ടിട്ട് വരിക. നിങ്ങൾ നേരത്തെ പ്രളയം ഉണ്ടായപ്പോൾ സഹായിച്ചില്ല, ഓക്കെ ഉണ്ടായപ്പോൾ സഹായിച്ചില്ല, കാണുന്ന പോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും മുഖ്യമന്ത്രി പറഞ്ഞ വാചകമാണ്, നിങ്ങൾ പൈസ തന്നില്ലേലും തരാൻ പോകുന്നവരെ കൊണ്ട് തരിക്കാതിരിക്കാനും മേടിക്കാതിരിക്കാനുമാണ് നിങ്ങൾ പ്രളയത്തിൽ, നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയത്തിൽ പോലും നിങ്ങൾ ചെയ്ത ദുരന്തം അതായിരുന്നു, നിങ്ങൾ ദ്രോഹം അതായിരുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ പുനരുദ്ധരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. അതിനെപ്പോലെ തന്നെ വയനാട് നിങ്ങൾ തന്നില്ലെങ്കിലും ചെയ്യുമെന്ന് അടിവരയിട്ട് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളെല്ലാം കേട്ട് കാണല്ലോ, എല്ലാ മാധ്യമങ്ങളും. എന്നിട്ടും നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, നിങ്ങളൊരു മലയാളിയല്ലേ, നിങ്ങൾ അതിലുപരി കേരളീയനല്ലേ, നിങ്ങൾക്ക് അതിലെല്ലാം ഉപരി നിങ്ങളുടെ BJP എന്നതിനപ്പുറമായൊരു വികാരം നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? അതല്ലേ പ്രതിഫലിക്കേണ്ടത് ഇവിടെ? നിങ്ങൾ അതിനുവേണ്ടിയല്ലേ വാദിക്കേണ്ടത്? എന്നിട്ട് ആ പാവപ്പെട്ട സ്ത്രീയോട് പറയുകയാണ് നിങ്ങളെ വിളിച്ചിരുന്ന് ഞങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാമെന്ന്. രാഷ്ട്രീയമല്ലേ ഇതെല്ലാം? നമ്മളെല്ലാം രാഷ്ട്രീയക്കാരല്ലേ ഭരിക്കുന്നത്. അവർ ചെയ്യാത്തതും ചെയ്തതിനെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തേ. കൂടുതൽ നമ്മളിപ്പോൾ ഒരു സിവിയർ നേച്ചറുള്ള ഡിസാസ്റ്ററാണ് എന്ന് പ്രഖ്യാപിച്ചാൽ നേരത്തെ ഇവിടെ പരാമർശിച്ച പോലെ ഉള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനത് ആവർത്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെ ലോൺ എഴുതി തള്ളാൻ പറ്റും. അതുപോലെയുള്ള ഇവിടുത്തെ സെൻട്രൽ മാനദണ്ഡം അനുസരിച്ചുള്ള അല്ല നമുക്കിവിടെ ചെയ്യേണ്ടി വരുന്ന ഓരോ ജോലികളും ഇതിനെല്ലാം ഡെയിലി പാലത്തിനടക്കം നമ്മൾ പൈസ അടക്കണം. അറിയാമോ? ഈ SDRF-ൽ നിന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്താണോ? ആ പൈസ അടക്കം കൊടുക്കണം. നിങ്ങൾക്കറിയാമോ അത്? നിങ്ങൾ പാലം പണിതു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടക്കത്തിൽ നിന്ന് എടുക്കും. നമ്മൾ നേരത്തെ ഹെലികോപ്റ്റർ വന്നതിനും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തതിനും 2018 പ്രളയത്തിൽ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തത് അവിടെ നിന്ന് തന്നതും ഹെലികോപ്റ്റർ വന്നത് SDRF-ന് തിരിച്ചെടുത്തു. അറിയാമോ നിങ്ങൾക്ക്?
അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിങ്ങൾ പറയുന്ന പോലല്ല, ഇതിന് അഡീഷണൽ സഹായം ഉണ്ടാവണം. എന്നാലേ ആ പാവം ദുരിതബാധിത പറഞ്ഞത് അതിന് എല്ലാവരും ചേർന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞതിനെ അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്ത് എങ്ങനെയാണ് അവരെ വിളിച്ചിരുത്തി രാഷ്ട്രീയം പറയുകയാണ്. ഇങ്ങനല്ല, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഏതിലെല്ലാം രാഷ്ട്രീയത്തിനായാലും ശരി, അതിലുപരി നമ്മളൊരു മലയാളിയാണ്, ഒരു കേരളീയനാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതി പറയണ്ടേ. ആ അവകാശത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കാൻ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. എന്നിട്ട് അദ്ദേഹം സെന്റൻസിൽ വായിക്കുകയാണ് 100 ദിവസം കഴിഞ്ഞു, ജൂലൈയിൽ നടന്ന സംഭവമാണ്, എന്നിട്ട് അവസാനം ഇനി സഹായിക്കാവുന്നത്. ധനകാര്യമന്ത്രി പറഞ്ഞ എന്താ, പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിന് പോയതാണ്, വന്നാൽ ഉടനെ സഹായിക്കും എന്നാണ് പറഞ്ഞത്. വന്നാലുടൻ. ഇപ്പം എത്ര നാളായി വന്നിട്ട് സഹായിച്ചോ? ഓരോ സന്ദർഭത്തിനും ഓരോ ഘട്ടത്തിലും ഇവിടെ ധനകാര്യമന്ത്രി വന്ന് കേരളത്തിൽ പ്രസംഗിച്ചതാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ. ഉടനെ സഹായിക്കും ചെയ്തോ? 1 രൂപ തരാതിരുന്നിട്ട് പറയുകയാണ് അവസാനം പിടിച്ചു നിൽക്കാൻ വേണ്ടി, എന്നാലും ശരി വി വിൽ എക്സ്റ്റെൻഡ് ദ അസിസ്റ്റൻസ് ടു ദി ഫർദർ എന്നും പറഞ്ഞിട്ട് ചുമ്മാ അഴിച്ചു വിട്ടാൽ മതിയോ? ആ സെന്റൻസ് വായിച്ചാൽ വല്ലതും കിട്ടുമോ? കത്ത് വായിച്ച പുഴുകി തിന്നാൻ പറ്റുമോ?